കുറേ പഠിച്ച് പുസ്തകത്തിലെ പാഠങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങിച്ച് എൻ്റെ മക്കൾ അല്ലെങ്കിൽ 90% 95% വിദേശത്ത് പഠനത്തിന് പോകാനുള്ള ക്വാളിഫിക്കേഷൻ നേടുക. പക്ഷേ ഇവരുടെ ഒരു ശതമാനം ഇപ്പുറത്ത് കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള. നമസ്കാരം. പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതാതെ ഒളിച്ചോടുക. 2 പെൺകുട്ടികളെന്ന് ആദ്യം 3 പെൺകുട്ടികളെന്ന് പറഞ്ഞു, ഇപ്പോൾ 2 പെൺകുട്ടികളെന്ന് പറഞ്ഞു. ഏതായാലും ശരി, ഇന്ന് രാവിലെ അവരെ മുംബൈയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇവർ താനൂർ ദേവദാർ ഹൈസ്കൂളിലെ കുട്ടികളാണ്. ഒപ്പം എടവണ്ണ സ്വദേശി ഒരു ആൺസുഹൃത്തുമായിട്ടാണ് ഒളിച്ചോടിയെന്നാണ് പോലീസിൻ്റെ നിരീക്ഷണം. ഏതായാലും ശരി, അതിവിദഗ്ധമായ രീതിയിലുള്ള ഡിജിറ്റൽ സർവേ അന്വേഷണത്തിലൂടെ പെൺകുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇങ്ങനെ ഇപ്പോൾ കുട്ടികളിലെ ഈ അക്രമവാസന, ഇങ്ങനെയുള്ള ഇറങ്ങിപ്പോക്ക്, ഇതൊക്കെ കേരളത്തിൽ അനുദിനം വർദ്ധിക്കുകയാണ്. നമ്മളിതൊക്കെ ഒരു നിസ്സാരമായി തള്ളി നമ്മുടെ ഈ പിഞ്ച് കുഞ്ഞുങ്ങളെ, ഈ കുട്ടികളെ ഈ സമൂഹത്തിലേക്ക് നാളെ നമ്മുടെ എല്ലാം സമൂഹത്തിന് നന്മ ചെയ്യേണ്ടതായിട്ട് വരുന്ന കുട്ടികളാക്കി മാറ്റേണ്ട കുട്ടികളാണ് ഈ രീതിയിൽ ഇറങ്ങിപ്പോകുന്നത്. ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ അശ്വതി, ഫാത്തിമ, ഷഹദ എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ ഉച്ചയോടെ പരീക്ഷയ്ക്കിറങ്ങിയ കുട്ടികളെയാണ് കാണാതായത്. ഇവർക്ക് ഇങ്ങനെ കുട്ടികൾ കൂട്ടമായി പോകുമ്പോൾ ആദ്യമായി നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷാ പേടി. പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ്സിലെയൊക്കെ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായി പേടി വരും. പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോകാനൊക്കെ ഉള്ള സാധ്യത. പണ്ടും ഈ കുട്ടികളൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പോയി ഒരു 2 സിനിമ അടുപ്പിച്ചുമാണ് എവിടെങ്കിലും പോയി. അത് കഴിഞ്ഞ് പൈസ തീരുമ്പം കാര്യം അന്നത്തൊക്കെ ഒരു 100 രൂപ കൂടുതലൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ കുട്ടികൾ അന്നൊക്കെ തിരിച്ചു വരുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതല്ല നടക്കുന്നത്. ഇന്ന് ഇവരുടെ മൊബൈൽ, ഇതിനകത്തൊരു ന്യൂസിൽ പറയുന്നുണ്ട്, കുട്ടികളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കുട്ടികൾക്ക് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാനുള്ള അനുവാദം ഇല്ല. ഇന്ന് LKG UKG കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മളുടെ ഒരു പാഷനാണ് ഈ മാതാപിതാക്കളുടെ, എൻ്റെ മോന് ഐഫോൺ ഉണ്ടെന്നൊക്കെ വാങ്ങിച്ചു കൊടുന്നൊക്കെ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഈ രക്ഷകർത്താക്കൾ മനസ്സിലാക്കും. എല്ലാം നമ്മളങ്ങോട്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ പോലീസിനെയും സർക്കാരിനെയും അതുപോലുള്ള ഭരണ സംവിധാനത്തിനെയൊക്കെ കുറ്റം പറയും. ഇന്ന് നടക്കുന്ന ഓരോ കാര്യം ഇപ്പം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പയ്യനെ, സ്കൂൾ വിദ്യാർത്ഥിയെ കൊന്ന്, അതായത് മാരകമായി നഞ്ചക്കൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിച്ച് തലയ്ക്ക് അത് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ്. ഇതൊക്കെ വിട്ടുപോയിട്ടില്ല. അപ്പം വിദ്യാർത്ഥികളിൽ ഇങ്ങനെയുള്ള അക്രമ സ്വഭാവങ്ങൾ, മറ്റ് ടെൻഡൻസികൾ, ലഹരി ഉപയോഗങ്ങൾ, ഇന്ന് കേരളം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഓരോ ലഹരി വിരുദ്ധ പരിപാടി. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ നിരവധി സംഘടിപ്പിക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. അതിൽ പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ട് ക്ലാസ് എടുക്കാനൊക്കെ. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം കാണുന്നില്ലെന്നുള്ളതാണ്. ഇതിന് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കാര്യം 36 ആദ്യം മുടി മുറിച്ചു പോയി. ആദ്യം നമ്മുടെ സമീപ ജില്ലകളൊക്കെയാണ്, കോഴിക്കോട്, കണ്ണൂർ ഒക്കെ ആയിരുന്നു ഇതിൻ്റെ തെരച്ചിൽ. പക്ഷേ ഇത് കൈവിട്ട കളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മൊബൈൽ ഫോണൊക്കെ ഇവർ സ്വിച്ച് ഓഫ് ചെയ്തു. പക്ഷേ കൂടെ ഒരു എടവണ്ണ സ്വദേശി റഹീം അസ്ലം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു പുരുഷ സുഹൃത്തിനോടൊപ്പം ഇപ്പം ഈ ഒരു ആൺ സുഹൃത്തുമായിട്ട് പോകുമ്പം ഒരു പ്രണയമായിരുന്നെങ്കിൽ 2 പേര്, ഒരു കുട്ടി ഒരാണുമായിട്ട് വരും. പക്ഷെ ഇത് ഇങ്ങനെ 2 കുട്ടികളെ കൊണ്ടുപോയതിന് പിന്നിൽ ഇന്ന് സെക്സ് റാക്കറ്റുകൾക്ക് വിൽക്കുവാൻ വേണ്ടി പോലും ഇവിടുന്ന് ഓരോ കണ്ണികളുണ്ട്. അതുപോലെ തന്നെ ഈ ഭീകര സംഘടനയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതയുണ്ട്. നമ്മൾ നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതിനിടയ്ക്ക് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവർ പോയത് നേത്രാവതിയിലാണ് പോയത്. പൻവേലിൽ ഇറങ്ങിയിട്ട് CST പോയി തിരിച്ച് ഈ പൻവേൽ ഈ വരുന്ന സമയത്ത് ഈ ബ്യൂട്ടി പാർലറൊരു
മലയാളിയാണ്, ഒരു ലൂസി എന്ന് പറഞ്ഞ ഒരു മലയാളി സ്ത്രീയുടെ ബ്യൂട്ടി പാർലറാണ്. അവിടെ ഇപ്പോൾ 5000 രൂപ കൊടുത്താണ് മുടി വെട്ടാനാണ്. ബോംബെക്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇതിന് പിന്നിൽ മുടി വെട്ടിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇവരുടെ ഷേപ്പ് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്, തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത്. അപ്പം ഭാഷയിലുള്ള ഇവരുടെ ഒരു സംസാരത്തിലുള്ള വ്യത്യാസം, ഹിന്ദി ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ കാര്യങ്ങളിലേക്ക് ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന അല്ലെങ്കിൽ സലൂൺ നടത്തുന്ന ലൂസിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ വിവരങ്ങൾ. അതിൽ അവരൊരു വീഡിയോ എടുത്തിട്ടതിന് ശേഷം ഇവർ പുതിയ സിം ഇട്ടു. ഇതൊക്കെ ഇവരെ കണ്ടെത്തുവാൻ, അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ വന്നാലും നമ്മുടെ നാട്ടിലെ മറുനാട്ടിലുള്ള മലയാളികളെ എന്ത് വന്നാലും നമുക്ക് നമ്മളെയൊക്കെ കാക്കുവാൻ, നമ്മുടെ ഒരു ദുരന്തം വന്നതിൽ സഹായിക്കുവാനൊക്കെ അവർ തയ്യാറാണ്. മലയാളികളായ മുംബൈയിലെ മലയാളികൾ നിരന്തരമായി ഈ കുട്ടിയെ കണ്ടെത്തുവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സമീപിച്ചു. റെയിൽവേയിൽ നിന്ന്, അതായത് എല്ലാ സോണുകളിലും ഈ വിവരങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ പുതിയ സിം ഇട്ടത് വെച്ച്, പുതിയ സിം ഏതാണ് ആക്റ്റീവ് ആയത് എന്നത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ആ കുട്ടികളിലേക്ക് പോലീസിന് വളരെ പെട്ടെന്ന് 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്തുവാൻ കഴിഞ്ഞത്. ഈ മുംബൈയിൽ നിന്ന് പിന്നെ ലോണാവാല, ചെന്നൈ എഗ്മോറിൽ എങ്ങോട്ട് കയറി ലോണാവാല എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ എങ്ങോട്ടാണ് പറയുന്നത്. അവിടെ പോകുമ്പോഴാണ്, അവിടെ വെച്ചാണ് കണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഈ കുട്ടികൾക്ക് ഉടനെ തന്നെ കൗൺസിലിംഗ് കൊടുക്കണം. ഈ കൗൺസിലിംഗ് ഒരു കുട്ടിക്കോ 2 കുട്ടിക്കോ അല്ല അവിടെ ഉണ്ട്, ഒരു സ്കൂളിന് മൊത്തം കൊടുക്കണം. സംസ്ഥാനത്തെ ഈ പാഠ്യ വിഷയങ്ങൾക്കൊപ്പം ഈ കൗൺസിലിംഗ് പോലുള്ള ഇതിന് ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് അധ്യയന സമയത്തിൽ അല്ല ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിർബന്ധമായും നമ്മുടെ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് മാതിരി തന്നെ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം കൊടുക്കണം. ഇവർ ഒരു കാര്യത്തിലല്ല ഇറങ്ങിപ്പോകുന്ന, വിവിധ കാരണങ്ങളുണ്ട്. ലഹരിയുണ്ട്, പ്രേമമുണ്ട്, അല്ലെങ്കിൽ ചതിയിൽപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിരാശ, വീട്ടിലെ പ്രശ്നങ്ങൾ, അച്ഛൻ വഴക്ക് പറഞ്ഞാൽ, ടീച്ചർ വഴക്ക് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ്. ചൂരിലെടുക്കത്തില്ല സ്കൂളുകളിൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാണ്, ഒരു ടീച്ചർ, റിട്ടയർഡ് അധ്യാപക വന്ന് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചത്. ആ ടീച്ചറിൻ്റെ പ്രതികരണം എല്ലാവർക്കും കേരള സമൂഹം അത് കുറേ കണ്ടതാണ്. പക്ഷേ ഇതൊക്കെ മുഖവിലയ്ക്ക് എടുക്കാതെ പോകുമ്പം സർക്കാരും മറ്റ് ഭരണ സംവിധാനങ്ങളും ഒക്കെ ഇതിനൊക്കെ എതിരെയുള്ള പ്രവണതകൾ. ആ ടീച്ചർ പറയുന്നുണ്ട്, സ്കൂളുകളിൽ അധ്യാപകർക്ക് ചൂരൽ കൊടുക്കണം, ചൂരൽ കൊടുത്ത് വേണം. ഈ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ കൗൺസിലിംഗ് കൊടുക്കുന്നില്ല, ആദ്യം ചൂരിലെടുത്തിട്ട് ഈ ശിക്ഷ, തക്കതായ ശിക്ഷകൾ കൊടുക്കേണ്ടവർ കുട്ടികൾക്ക്. ഇപ്പം 40 പേരുള്ളൊരു ക്ലാസ്സിൽ 35 പേരും ചിലപ്പോൾ കറക്റ്റായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മറ്റ് ഈ 5 പേര് 2 പേരും ഉണ്ടെങ്കിൽ ആ സ്കൂൾ മൊത്തം ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുപോലുള്ള കുട്ടികളെ കണ്ടെത്തി വേണം ഇതുപോലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കുവാനുള്ളത്. അത് RPFൻ്റെ നല്ലൊരു പ്രവർത്തനം ഇന്നത്തെ കണ്ടിട്ടുണ്ട്. യുവാവിനൊപ്പം ഇവർ പോയത് പൂനെയിലേക്ക്, മുംബൈ CSTയിൽ നിന്നുള്ള ചെന്നൈ എഗ്മോർ ട്രെയിനിൽ ലോണാവാലയിൽ വെച്ചാണ് ഇവരെ RPF കണ്ടെത്തിയത്. അത് പറയുന്നുണ്ട്. പിന്നെ മുംബൈയിലെ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ കണ്ടെത്തുവാൻ കൂടുതൽ സഹായിച്ചത്. മലയാളിയായ ബ്യൂട്ടി പാർലർ ഉടമ ലൂസിയാണ് ഈ വിവരം നൽകിയത്. വിവാഹത്തിന് വന്നതെന്നൊക്കെ പറഞ്ഞാണ് പെൺകുട്ടികൾ അവിടെ ചെന്നതും ഈ സ്ട്രെയിറ്റൻ ചെയ്യാൻ ചെന്നതും 5000 രൂപയായി അവിടെ ചിലവാക്കി. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടികളെ യാത്ര, ഭക്ഷണം, അപ്പുറം 5000 രൂപ അവിടെ മുടക്കി. ഇതാണ് ചിന്തിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിനിയുടെ കയ്യിൽ അല്ലെങ്കിൽ 2 പേരുടെ കയ്യിൽ എത്ര രൂപ, ഈ പൈസ വന്നതിൻ്റെ സോഴ്സാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. എന്തായാലും ശരി, രക്ഷകർത്താക്കൾക്ക് ബോംബെ പോയി മുടികൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ 5000 10,000 ഒന്നും കൊടുക്കത്തില്ല. പിന്നെ എങ്ങനെ ഇവരുടെ കയ്യിൽ വന്നു? കൂടെയുള്ള ഒരു ആൺ സുഹൃത്തെന്ന് പറയുന്ന ആൾ, അയാളിലേക്ക് ഈ അന്വേഷണം നീണ്ടാലേ ഇതിൻ്റെ കാര്യങ്ങൾ. കുട്ടികൾക്ക് ഈ സാമ്പത്തിക സോഴ്സ് എങ്ങനെ വന്നു? അതാണ് ഇതിൽ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവർ 2 ദിവസം ഏതായാലും ഭക്ഷണം കഴിക്കാമെന്നുമല്ല ഇരിക്കുന്നത്. 5000 രൂപ കൊടുത്ത് മുടി കട്ട് ചെയ്യുമ്പം ഇവർക്ക് ഭക്ഷണം കഴിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവർ നേരത്തെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, യൂട്യൂബിൽ സെർച്ച് ചെയ്തും മുംബൈയുടെ പല ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ഒരു
കാര്യങ്ങളൊക്കെ പഠിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ ബ്യൂട്ടി പാർലർ വെച്ച് ഈ ലൂസി എന്ന് പറയുന്നവരുടെ ഫോൺ വാങ്ങിയിട്ട് ആരെയും വിളിക്കുന്നു, തിരിച്ച് ആ കോള് വരുന്നു പറഞ്ഞാൽ ഈ ആൺസുഹൃത്താണ്. അപ്പോൾ അങ്ങനെ വെളിയിൽ അയാൾ ആ ബ്യൂട്ടി പാർലറിലേക്ക് ചെന്നിട്ടില്ല. പുതിയ സിം അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പൻവേൽ അവിടെ നിന്നാണ് സിം എടുത്തതായിട്ട് പറയുന്നത്. ഫോണിലെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇവിടെ എത്തിയിട്ട് ഈ കാര്യങ്ങൾക്ക് ഇപ്പം ഒരു അറുതി അതായത് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടുത്തെ സംഘടനകളൊക്കെ ഇടപെട്ട് എത്തിച്ച് നൽകിയിട്ടുണ്ട്. ഉടനെ തന്നെ പറഞ്ഞ കൗൺസിലിങ്ങിന് ഒക്കെ കൊടുക്കണം. പക്ഷേ അതിനപ്പുറം നാളെയും ഈ വിദ്യാർത്ഥി സമൂഹം ഇങ്ങനെ പോകുന്നതിന് ഉള്ള നിയമപരമായുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ വരണം. ലഹരിക്കെതിരെയും ഈ പ്രലോഭനങ്ങളിൽപ്പെട്ടും ചതിക്കുഴികളിൽ പെടാതെയുമുള്ള കുട്ടികളെ വിദ്യാഭ്യാസം, എന്ത് വിദ്യാഭ്യാസം? കുറേ പഠിച്ച് പുസ്തകത്തിലെ പാഠങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങിച്ച് എൻ്റെ മക്കൾ അല്ലെങ്കിൽ 90%, 95% വിദേശത്ത് പഠനത്തിന് പോകാനുള്ള ക്വാളിഫിക്കേഷൻ നേടുക. പക്ഷേ ഇവരുടെ ഒരു ശതമാനം ഇപ്പുറത്ത് കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടികളാണ് കാണാതായത്. ഇവർക്കൊപ്പം ട്രെയിനിലുണ്ടായിരുന്നത് എടവണ്ണ സ്വദേശി റഹീം അസ്ലം ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ പുലർച്ചെ 3 മണിക്ക് പൂനെ RPF സ്റ്റേഷനിൽ എത്തിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ അറിയുന്നത്. രാവിലെ താനൂർ പോലീസ് നാട്ടിൽ നിന്ന് എത്തിയ ശേഷം നടപടികൾ പൂർത്തിയാക്കി കുട്ടികളെ കൈമാറുമെന്നാണ് വിവരം. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുട്ടികൾ മുംബൈയിലെ മലയാളി സന്നദ്ധ പ്രവർത്തകരോട് പറഞ്ഞു. ഇവർക്ക് കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ നൽകുമെന്നും പ്രവർത്തകർ അറിയിച്ചു. വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒരാളുടെ വീട്ടിൽ മാത്രമാണല്ലോ പ്രശ്നം. ഈ 2 പെൺകുട്ടികളുടെ വീട്ടിലും പ്രശ്നമുണ്ടോ? ശരിയാണ്. ഇന്ന് കുട്ടികൾ പറയുന്ന ആ ഒരു കാര്യം നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും മദ്യപിച്ചെത്തുന്ന അച്ഛൻ, വഴിവിട്ട രീതിയിൽ പോകുന്ന അമ്മയുടെ, ഇപ്പം നമുക്കറിയാം ആലപ്പുഴയിൽ പുന്നപ്രയിൽ നടന്ന, നമ്മുടെ ചാനലിലുണ്ട് ആ ന്യൂസ്, നമ്മൾ റിയാക്ഷൻ ചെയ്തതാണ്. കാര്യം അമ്മയുടെ ആൺസുഹൃത്ത് അമ്മയെ എന്താ പറയണ്ടേ, അവിഹിത ബന്ധത്തിന് വരുന്ന ആളിനെ കൊന്ന് പാടത്ത് കൊണ്ടിട്ട് ദിവസങ്ങളായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഈ യൂത്താണ് ഇതെല്ലാം ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഈ കുട്ടികളുടെ മാനസികാവസ്ഥ പഠിച്ച് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ ഈ നമ്മുടെ ഈ വളരുന്ന ഈ വിദ്യാർത്ഥി സമൂഹം രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവരോട് പറഞ്ഞത് ഒരു നുണയാകാനാണ് സാധ്യത, അല്ലെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാനാണ് ഇവിടെ എത്തിയത് എന്നായിരുന്നല്ലോ ഈ സലൂൺ ഉടമയോട് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും പറഞ്ഞത് എന്തായാലും ഒരു നുണയാണ് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല അവരുടെ ബോഡി ലാംഗ്വേജ്, ആ വീഡിയോക്കകത്ത് തന്നെ അവർ വളരെ കൂളായിട്ടാണ് നമുക്ക് ഇവിടുന്ന് എക്സ്ട്രാ പോകണ്ടേ എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. സലൂണിനകത്തുള്ള ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അവർ ഈ നാട്ടിൽ നടത്തുന്ന എന്തായാലും ഒരു കാര്യമുണ്ട്. ബോംബെ പോയി മുടി മുറിച്ചു, പക്ഷേ ആ ബ്യൂട്ടി പാർലർ ലൂസി അവരങ്ങ് ഫേമസ് ആവും. അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടി. അതാണ് ഇതിനകത്തുള്ള ഒരു മെച്ചം ബ്യൂട്ടി പാർലർ ഉടമയ്ക്ക്. ഈ രക്ഷകർത്താക്കളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പറയണം, മോളെ തിരിച്ചു വാ, ഞങ്ങൾ വഴക്ക് പറയത്തില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വീട്ടിലും ഉണ്ടായിരുന്നിരിക്കുക എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അവരെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ സീരീസിനെ കുറിച്ചോ അവർ ബോധേഡല്ല എന്നുള്ളത് കൃത്യമാണ്. അതോടൊപ്പം തന്നെ അവർ നേരത്തെ സൂചിപ്പിച്ചത് അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എത്തിയതുകൊണ്ട് തന്നെ ഈ വാർത്തകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ആ സമയത്ത് അവരറിഞ്ഞു. ഇന്ന് സ്കൂളുകളിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹം, രക്ഷകർത്താക്കൾ കൂടി ഈ നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ പരിസരം, നമ്മുടെ കുട്ടികളിലേക്ക് മാത്രം വരികയും നമുക്കും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ബോധം വളർന്നാൽ മാത്രമേ ഇതുപോലുള്ള സംഭവങ്ങൾ നാളെയും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.